എടി അത് ഞങ്ങൾ ആണുങ്ങൾ, ഞങ്ങൾക്ക് ഏത് സമയത്ത് കയറി വരാം. അതുപോലാണോ പെണ്ണുങ്ങള്? അതെന്താ പെണ്ണുങ്ങൾ രാത്രി പുറത്തിറങ്ങരുതെന്ന് വല്ല നിയമം വല്ലതും ഉണ്ടോ? നീ നിയമമൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എടി ഞാൻ പുറത്തോട്ടൊന്ന് പോവാണേ. എവിടാ ചേട്ടാ? എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോയിട്ട് വരട്ടെ. ഒത്തിരി ലേറ്റ് ആകുമോ? അതിപ്പോ ലേറ്റ് ആകുമോ ഇല്ലെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഫംഗ്ഷൻ നടന്നത് ഞാനല്ലല്ലോ, അവരല്ലേ. കഴിയുമ്പോൾ ഞാനീ വരും. ഇതിപ്പോ സ്ഥിരമായിട്ട് ഫംഗ്ഷനും മീറ്റിംഗും ഒക്കെ ആണല്ലോ, എന്നും താമസിച്ചല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എടി നീ എന്തിനാടി ഇങ്ങനെ കൂടുതൽ എൻക്വയറി നടത്തുന്നത്? ഞാൻ ഇവിടെ ഓടിപ്പോവോ? ഞാൻ തിരിച്ചു വരത്തില്ലയോ? എത്ര ലേറ്റായി ഈ ചേട്ടൻ ഇതെവിടെയാ? ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ. നീ എന്താ ഈ വാതിലൊന്നും ലോക്ക് ചെയ്ത് ഇവിടെ തന്നെ അവിടെ തുടങ്ങുന്നത്? ചേട്ടൻ വരുന്നതും കാത്തിരുന്ന് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. സോറി ചേട്ടാ. എടി ഞാൻ വരുന്ന നോക്കി ഇരിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ? കുത്തി പിടിച്ചങ്ങ് ഇരുന്നോളൂ. ചേട്ടൻ മേലെ എഴുതിയിട്ട് വാ, ഞാൻ അപ്പോഴത്തന്നെ ആഹാരം എടുത്തു വെക്കാം. നീ എന്താ പൊട്ടിയാണോ? നിനക്കറിയത്തില്ലേ ഒരു ഫംഗ്ഷൻ പോയിട്ട് വരുന്ന ആഹാരം കഴിച്ചിട്ടല്ലേ വരുന്നത്? ഞാൻ കഴിച്ചതാ. എന്റെ കൂടെ കഴിക്കുമെന്ന് വിചാരിച്ചാ ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നത്. കഷ്ടമായി പോയി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പലയിടത്തും പല കാര്യങ്ങൾക്കും പോയിട്ട് ലേറ്റ് ആയിട്ട് വരും. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം, എന്നെ നോക്കിയിരിക്കരുത്. ചേട്ടാ, എനിക്ക് കുറേ സാധനം വാങ്ങിക്കാനുണ്ട്. പിന്നെ എനിക്കൊരു ജോഡി ഡ്രസ്സും വാങ്ങണം. എൻ്റെ കൂടെ ടൗണിലേക്കൊന്ന് വരുമോ? എന്തുവാടി ഇത്? എല്ലാത്തിനും വാലെ കെട്ടി ഞാൻ നടക്കണോ? നിനക്ക് വേണ്ടത് നീ പോയി വാങ്ങിയത്. എന്നെ ഇങ്ങനെ കൂട്ടിന് പിടിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ച് ഇൻഡിപെൻഡന്റ് ആവാൻ നോക്ക്. ചേട്ടാ, കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരി അവളുടെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷനെ വിളിച്ചായിരുന്നു. അവള് ചേട്ടനെയും കൂടെ അല്ലേ വിളിച്ചത്? നമ്മളെല്ലാവരും കൂടെ ചെല്ലണമെന്നാ പറഞ്ഞേ. ചേട്ടനും കൂടി വരുമോ? ഇടി കല്യാണവും ഫംഗ്ഷനും ഒക്കെ എല്ലാവരും അങ്ങനെയൊക്കെയാ വിളിക്കുന്നത്. കുടുംബസഹിതം വരണമെന്ന് എന്ന് പറഞ്ഞ് കൂടും കുടുക്കി എടുത്ത് എല്ലാവരും അങ്ങോട്ടങ്ങ് പോവാണോ? നീ അങ്ങ് പോയാൽ മതി. എന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നത് ഫാമിലി ആയിട്ടാ, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. എടി നിന്റെ കൂട്ടുകാരിയല്ലേ, നിനക്ക് വേണമെങ്കിൽ നീ പോണം. എന്നോട് ചോദിക്കാൻ പോലും എന്തിനാ നിൽക്കുന്നത്? ഓരോ കോളും കൊണ്ട് വന്നോളൂ. എടി ബാഗിനകത്ത് 5 ബോക്സ് എടുത്ത് വെച്ചായിരുന്നു. വെച്ചായിരുന്നു ചേട്ടാ. എന്നാ ഞാൻ ഇറങ്ങാം. വൈകിട്ട് ഒരു ഓഫീസ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടേ വരുള്ളൂ കേട്ടോ. ശരി ചേട്ടാ. സാധാരണ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഒത്തിരി ലേറ്റ് ആകുമോ? എന്നും താമസിച്ചല്ലേ വരുന്നത്. നീ ഉറങ്ങിയോ? ഞാൻ ഉറങ്ങിയിട്ടാ. എടി ഓഫീസ് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. നീ ആഹാരം എടുത്തു വെക്ക. ഭക്ഷണം ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക. നീ കഴിക്കുന്നില്ലേ? ഞാൻ എപ്പോഴേ കഴിച്ചതാ. ചേട്ടന് ഞാൻ ആ ടേബിളെ വിളമ്പി വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. കോപ്പ് എനിക്കൊന്നും വേണ്ട. വേണ്ടായ കഴിക്കണ്ട. ചേട്ടൻ മേലെ എഴുതിയിട്ട് വാ, ഞാൻ അപ്പോഴത്തന്നെ ആഹാരം എടുത്തു വെക്കാം. ഇതെന്തോ ഇവിടെ ലൈറ്റും വെട്ടമൊന്നും ഇല്ലാതിരിക്കുന്നേ? നീ ഇതുവരെ എവിടെ ആയിരുന്നടി? സമയം എത്രയായി നിനക്കറിയാവോ? എന്റെ ഒരു ഫ്രണ്ടിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. ഈ സമയത്തോ? രാത്രിയിലായിരുന്നു ഫംഗ്ഷൻ, ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പോരുന്നു. എടി നീ ആരോട് ചോദിച്ചിട്ടാ പോയത്? ഈ അസമയത്താണോ കയറി വരുന്നത്? അസമയമോ? 10 മണിയല്ലേ ആയുള്ളൂ. നിങ്ങൾ 1 മണിക്കും 2 മണിക്കും ഒക്കെ കയറി വരുന്നുണ്ടല്ലോ. എടി അത് ഞങ്ങൾ ആണുങ്ങൾ, ഞങ്ങൾക്ക് ഏത് സമയത്ത് കയറി വരാം. അതുപോലാണോ പെണ്ണുങ്ങള്? അതെന്താ പെണ്ണുങ്ങൾ രാത്രി പുറത്തിറങ്ങരുതെന്ന് വല്ല നിയമം വല്ലതും ഉണ്ടോ? നീ നിയമമൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എടി ഇതുവരെ ഞാൻ ഒരു ഭാഗം കഴിച്ചിട്ടില്ല, നിനക്കറിയാവോ? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ പോയത്. എടുത്ത് കഴിക്കരുതായിരുന്നു. ഞാൻ കഴിച്ചു. അപ്പൊ അത്രം വരെയൊക്കെ ആയി അല്ലേ? ആയതല്ല, അങ്ങനെ ആക്കിയതാ. ഒരു ദിവസം ഞാൻ നിങ്ങൾക്കൊന്ന് വിളമ്പി തരാതിരുന്നപ്പോ, അല്പനേരം എന്നെ ഒന്ന് കാത്തിരുന്നപ്പോ നിങ്ങൾക്ക് മുഷിഞ്ഞല്ലേ? നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? എടി
ഒരു ദിവസം ഞാൻ ഭക്ഷണം നേരത്തെ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലേ? ഇത് കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. മീറ്റിങ്ങിനും ഫംഗ്ഷനും എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുമായിട്ട് ഭക്ഷണവും മദ്യവും കഴിച്ച് പാതിരാത്രി കയറി വരുമ്പോൾ വീട്ടിൽ വെച്ച് വിളമ്പി കാത്തിരിക്കുന്നവർ എന്തെങ്കിലും കഴിച്ചോ ഉറങ്ങിയോ? അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇത് വല്ലതും നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? അതെ, ഈ സ്നേഹവും വിശ്വാസവും പരിചരണവും ഒക്കെ അങ്ങോട്ട് മാത്രം ആഗ്രഹിച്ചാൽ പോരാ, തിരിച്ചുകൂടി കൊടുക്കാൻ പഠിക്കണം. ഈ സ്നേഹം ഇങ്ങനെ പുറത്ത് കാണിച്ചു നടക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? എന്ത് സ്നേഹം? ഈ കാണിക്കുന്നതൊക്കെയാണോ സ്നേഹം? നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കൂട്ടുകാരോട്, പിന്നെ കുറച്ച് കള്ളിനോടും. അതൊക്കെ നിന്റെ തോന്നല. നിന്നോട് സ്നേഹം ആര് പറഞ്ഞു? നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ട് തരുന്നില്ലേ? 4 നേരം തിന്നാൻ തരുന്നതോ ഉടുക്കാൻ ഒരു തുണ്ട് തുണി തരുന്നതോ അല്ല ദാമ്പത്യ ബന്ധം. ഭർത്താവിന്റെ കൈപിടിച്ച് റോഡിൽ കൂടെ നടക്കാൻ ആഗ്രഹിക്കാത്ത ഭാര്യമാർ കുറവാണ്. അതൊരു അഭിമാനവുമാണ്. ഒരു ചെലവും കൂടാതെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഭർത്താവിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എടി, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണോ നീ പറയുന്നത്? ഞാൻ കൂട്ടുകാർ കൂടി പുറത്തു പോയി കുറേയൊക്കെ താമസിച്ച് വരാറുണ്ട്. പക്ഷെ അത് നിനക്ക് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സന്തോഷവും സങ്കടവും ഒരുമിച്ച് ഷെയർ ചെയ്യുക, വെറുതെ കുറച്ച് സമയം സംസാരിച്ചിരിക്കുക, ചിരിയും തമാശയൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക, പ്രയാസങ്ങളിലും വേദനകളിലും ചേർത്ത് നിർത്തുക. വെറുതെ ഭർത്താവിന്റെ കൈപിടിച്ച് റോഡിലൂടെ നടക്കുന്നതും ഒരു സന്തോഷമല്ലേ? ഇതിനൊന്നും ഒരു ചെലവില്ലല്ലോ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നേ. ഇനിയുള്ള നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കും. നമുക്ക് ജോലിസ്ഥലത്ത് പല ടെൻഷനുകളും ഉണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ആ ടെൻഷനും ദേഷ്യവും ഭാര്യയോട് കാണിക്കാതിരിക്കുക. നമുക്ക് വേണ്ടി വെച്ചു വിളമ്പി കാത്തിരിക്കുന്നവരെ നിരാശരാക്കരുത്. അവർക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കുക. സന്തോഷവും സങ്കടവും ഒന്നിച്ചു പങ്കുവയ്ക്കുക. ചിരിയും തമാശയുമായി കുറച്ച് സമയം സംസാരിച്ചിരിക്കുക. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക. പ്രയാസങ്ങളിലും വേദനകളിലും ചേർത്ത് നിർത്തുക. ഈ കാര്യങ്ങൾക്കൊന്നും നമുക്ക് പ്രത്യേകം ചിലവുകളില്ല. ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നതും ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതും ദാമ്പത്യ വിജയമാണ്. സന്തോഷിക്കാനുള്ള ഒരവസരങ്ങളും പാഴാക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.